ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും താമസിച്ചാണ് എഴുന്നേറ്റത്. എങ്കിലും എഴുന്നേറ്റ ഉടനെ തന്നെ ഇവരാങ്ങളെയും പെങ്ങളും കൂടി മീൻ മേടിക്കാനായിട്ട് പോയി. കായൽ മീൻ ലേലം വിളിക്കുന്ന കടവിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണ് ഈ മീനെല്ലാം. വിലയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ വളരെ ലാഭമാണെങ്കിലും ഇത്ര പച്ച മീൻ കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോഴും വളരെ സന്തോഷം തോന്നും. പക്ഷേ ഇത്രയും മീൻ വെട്ടണമല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. പക്ഷേ പ്രിയ ചേച്ചി തന്നെയാണ് കേട്ടോ എല്ലാ മീനും വെട്ടിയത്. അതും പുള്ളിക്കാർ സെക്ഷനായിട്ട് തിരിച്ച് വെച്ചിട്ട് ഓരോന്ന് വെട്ടി എടുക്കേണ്ടതെടുത്തും ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുമാണ് കൂട്ടാൻ വെച്ചത്. അപ്പം ഇത്രയും നല്ല പച്ച ഫ്രഷ് മീൻ തന്നെ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം തന്നെ വെട്ടിക്കഴുകി വൃത്തിയാക്കി ഓരോ സെക്ഷനാക്കി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലും വെച്ചു, നമ്മൾ കൂട്ടാനും എടുത്തു. അപ്പോൾ പ്രിയ ചേച്ചി ഈ മീനെല്ലാം വെട്ടുന്ന ഒരു ടൈമിൽ ഞാൻ ചെയ്തത് നല്ല പച്ച ചീര കിട്ടിയിരുന്നു. ആ ചീര അവിയലും വെച്ചു. ഒരു രസവുമാണ് മീൻ കൂടാതെ നമ്മളിന്ന് കൂട്ടാനായിട്ട് വെച്ചത്. ഇത്രയും മീൻ വെട്ടി തേച്ച് കഴുകാനായിട്ട് ഇച്ചിരി സമയം എടുത്തെങ്കിലും എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഉള്ളൊരു പാചകം വളരെ സന്തോഷകരമായിരുന്നേ. വെട്ടിയ മീൻ പ്രിയ ചേച്ചി തന്നെ കൂട്ടാൻ വെക്കുകയും വറക്കുകയും ഒക്കെ ചെയ്തു. മാന്തൽ സൈസ് മീൻ മുളകിട്ട് കൂട്ടാൻ വെച്ചത് നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ പരൽ പോലത്തെ മീനെല്ലാം കൂടെ അത് പറ്റിക്കുകയും ചെയ്തു. പിന്നെ കുറേ മീൻ ഞങ്ങൾ വാട്ടിയിട്ടാണ് വറുത്തത്. അതുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. ഒരുപാട് എണ്ണയുടെ ഉപയോഗത്തിൽ നിന്നൊരു രക്ഷ നേടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ ഇന്നത്തെ നല്ല വിഭവസമൃദ്ധമായ ഒരു ഊണായിരുന്നു. ഊണെല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചിരുന്നൊരു ഫുഡ് കഴിപ്പായിരുന്നേ. ഇന്നത്തെ വിശേഷങ്ങൾ തീർന്നിട്ടില്ല. ഇനി ഞങ്ങൾ ചക്ക ഇടാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലും കൂടിയാണേ. അപ്പോൾ ചക്ക വിശേഷവുമായി വീണ്ടും കാണാം. ഓക്കെ.